ഈശ്വര ദർശനം വിലക്കുന്ന ആചാരങ്ങൾ എത്ര പ്രാകൃതമാണ് സ്വാമി. എന്നും പ്രാകൃതമായതിനെ എതിർക്കുന്നതും തകർക്കുന്നതും സുകൃതികളാണ്. പ്രകൃതിയെ സുന്ദരം. മനുഷ്യ മനസ്സുകൂടി അതുപോലെ ആയിരുന്നെങ്കിൽ. ഈശ്വരൻ എല്ലായിടത്തും എല്ലാ യുഗത്തിലും അങ്ങനെ ആയിരുന്നില്ലേ? പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അങ്ങനെയല്ലേ കാണുന്നത്? ചിലരുടെ മനസ്സും ആചാരങ്ങളും കണ്ടാൽ പ്രാചീന യുഗത്തിലാണെന്നേ തോന്നൂ. സൂര്യപ്രകാശത്തെ മറിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഗിരിശൃംഗങ്ങളുണ്ടാവും. പക്ഷേ കാലരഥവും സൂര്യരഥവും അതിൻ്റെ തലയ്ക്ക് മീതെ കൂടെ പോവും. കൂരിരുട്ടിന് വളമിട്ട് കൊടുക്കുന്നവരോട് മനുഷ്യത്വമുള്ളവർക്ക് ക്ഷമിക്കാനാവില്ല, സഹിക്കാനും ആവില്ല. അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി സവർണർ ചെയ്യുന്ന നിസ്വാർത്ഥ സേവനം എത്ര അഭിനന്ദനീയം! ഇതാണ് യഥാർത്ഥ ഈശ്വരഭക്തി, മനുഷ്യസ്നേഹം. സ്വാമിയുടെ ഈ വാക്കുകൾ ആത്മബലം കൂട്ടുന്നു, വിജയപ്രതീക്ഷ പകരുന്നു. കാലപ്രവാഹം തടയാമെന്ന മൺകട്ടകൾ വ്യാമോഹിക്കും. ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ അവയുടെ സ്ഥാനം എന്തായിരിക്കും? സ്വാമി ഇനിയും വൈക്കത്തേക്ക് വരണം, സത്യാഗ്രഹികളെ അനുഗ്രഹിക്കാൻ. എവിടെ ഇരുന്നാലും നാം സദാ വൈക്കത്ത് തന്നെയാണ്. പിന്നെ സത്യാഗ്രഹികൾക്കിടയിൽ നിരാകാരനായി വൈക്കത്തപ്പനെയും നാം ദർശിക്കുന്നു. സവർണജാഥ വിജയിക്കട്ടെ! അടഞ്ഞ വഴികൾ തുറക്കട്ടെ! അടഞ്ഞ വഴികൾ തുറക്കട്ടെ! അടഞ്ഞ കണ്ണുകൾ തുറക്കട്ടെ! വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ! വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ! അടഞ്ഞ വഴികൾ തുറക്കട്ടെ! അടഞ്ഞ വഴികൾ തുറക്കട്ടെ! അടഞ്ഞ കണ്ണുകൾ തുറക്കട്ടെ! നയിക്കാൻ പത്മനാഭൻ, വഴി കാട്ടാൻ സൂര്യൻ. സിന്ദാബാദ്! സവർണജാഥ സിന്ദാബാദ്! വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ! വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ! സവർണജാഥ സിന്ദാബാദ്! ടി കെ മാധവനെയും കെ പി കേശവമേനോനെയും അറസ്റ്റ് ചെയ്തെങ്കിലും വിട്ടയച്ചില്ല. യോഗക്ഷേമ സഭയും സാധുജന പരിപാലന സംഘവും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ എന്തായാലും അധികാരികൾ മുട്ടുകുത്തും. ഇതിന്റെ എല്ലാം പിന്നിൽ ഗുരുസ്വാമിയും ടി കെ മാധവനാണെന്നാ എല്ലാവരും പറയുന്നത്. ഗാന്ധിജിയുമായി ടി കെ മാധവന് വലിയ അടുപ്പമാ. അതുകൊണ്ട് കോൺഗ്രസ് ഉറച്ചു തന്നെ. നമ്മുടെ ചെയ്യുന്ന നമ്പൂതിരി പറഞ്ഞത്രേ, അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് പകരം ചോദിക്കാത്തതുകൊണ്ടാ ഇത്തരം സത്യാഗ്രഹങ്ങൾ വരുന്നതെന്ന്. ഇങ്ങനെ പോയാ പൂണൂലിന് വാഴനാരിന്റെ വില പോലും കാണില്ല. നാളെ ശ്രീനാരായണ ഗുരു സത്യാഗ്രഹ പന്തലിൽ എത്തുന്ന പ്രചരണം എങ്കിൽ നാടാകെ ഇളകുമല്ലോ. ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റിൽ പാഴ്മരങ്ങൾ എത്ര നാൾ പിടിച്ചു നിൽക്കും? മഹാഗുരു വരുന്നത് നമ്മുടെ ഭാഗ്യം. ഈ സമരജ്വാല ആളിക്കത്തും. തീണ്ടൽ പലകകൾ തുറയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! തീണ്ടൽ പലകകൾ തുറയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! പലകകൾ തുലയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! വൈക്കം സത്യാഗ്രഹം സിന്ദാബാദ്! നീണ്ടൽ പലകകൾ തുലയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! വൈക്കം സത്യാഗ്രഹം സിന്ദാബാദ്! നീണ്ടൽ പലകകൾ തുലയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! പലകകൾ തുലയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! തീണ്ടൽ പലകകൾ തുലയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! തീണ്ടൽ പലകകൾ തുറയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! തീണ്ടൽ പലകകൾ തുലയട്ടെ! ഐത്താചാരം അറബിക്കടലിൽ! ആയിരങ്ങളേകകണ്ഠമായി മൊഴിഞ്ഞു വന്നിടുന്നു സർവവ്യാപിയ മഹാഗുരു. ആശയങ്ങളാഴികൾക്ക് തുല്യമായി പറഞ്ഞു തന്ന ജ്ഞാനദായകൻ മഹാഗുരു. മഹാഗുരു
മഹാഗുരു മഹാഗുരു. ഇരുളിലാണ്ടു വീണുപോയ ജീവിതങ്ങളിൽ സൂര്യശോഭയായി മഹാഗുരു. കഠിനമായ വേദസാരമന്ത്രമാകവേ സരളമാക്കി മഹാഗുരു. ജാതി ചിന്തകൾ ദൂരെ മാറ്റിയ കർമ്മധീരന മഹാഗുരു. സ്നേഹസാന്ദ്രമാം ഭാഷണങ്ങളാൽ ശാന്തിക്ക് ശ്രീ മഹാഗുരു. നിരന്തരം നിരാമയൻ നീയേ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം 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 വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. ഇതെന്താണ്? ഇത് ഖദറാണ്. നിങ്ങൾ ഉണ്ണുന്നതും ഖദറാണോ? ഇതിന് വാസനയില്ല, അകത്തായിരിക്കും വാസന, അല്ലേ? സ്വാമി എത്തിയതോടെ എല്ലാവർക്കും ധൈര്യമായി, സമാധാനമായി. നിങ്ങൾ പറഞ്ഞതെല്ലാം നാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുന്നാൽ സ്വാമി. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. സ്വാമി എത്തിയതോടെ ആവേശം കൂടി, ആത്മബലവും. ഒന്ന് രണ്ട് നാൾ നിങ്ങൾക്കൊപ്പം നാം ഉണ്ടാവും. സത്യാഗ്രഹത്തെ സഹായിക്കാൻ സ്വാമി ശിവഗിരിയിലും ഒരു ഭണ്ഡാരം ഏർപ്പെടുത്തിയതായി അറിഞ്ഞു. ആ സഹായധനവും നാം ഏൽപ്പിക്കുന്നതാണ്. അതിനൊപ്പം നമ്മുടെ സഹായവും ഉണ്ടാവും. വാ. ആ, എന്താണ് പേര്? പാറുവല്ല, പാർവതി എന്നാക്കണം. സത്യാഗ്രഹികൾ എടുത്തുളർത്തുന്ന കുട്ടിയാണ് സ്വാമി. അതല്ലേ നാം ഇവളെ വൈക്കത്തപ്പന്റെ പാർവതിയാക്കിയത്. പാർവതിമാരും പുതുതലമുറയും ഉണരണം. അപ്പം മഹാദേവനും ഉണർന്നോളും. തന്റെ മുന്നിൽ കാണുന്ന ഇഷ്ടമില്ലാത്തതൊക്കെ ഭഗവാൻ തന്നെ ദഹിപ്പിച്ചോളും. നിങ്ങളൊക്കെ സത്യത്തെ മാത്രം ആഗ്രഹിച്ചാ മതി, സത്യം ഗ്രഹിച്ചാ മതി. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴുവിൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇവിടെ സ്വാർത്ഥത വെടിഞ്ഞ്
പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം സന്യാസിമാരാണ്. സന്യാസി എന്നാൽ പരോപകാരി, ത്യാഗി. ഒരർത്ഥത്തിൽ നിങ്ങളെല്ലാവരും സന്യാസിമാരാ. നിങ്ങളെല്ലാവരും സ്വാർത്ഥത വെടിഞ്ഞിരിക്കുന്നു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നേടുകയാണ് വേണ്ടത്. ക്ഷേത്രത്തിനുള്ളിൽ യഥേഷ്ടം കടന്നെന്ന് വൈക്കത്തപ്പനെ ദർശിക്കാനാകണം. പരമാത്മാവിന്റെയും പുത്രന്റെയും വിജയമാണ്. അവിടെ ജാതിയില്ല, മതമില്ല. പരമാത്മസ്വരൂപത്തിന് എല്ലാരും തുല്യർ. ആരാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത്? വഴി നടക്കാൻ അനുവദിക്കാത്തത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ തിന്മകൾക്കെതിരെ സത്യാഗ്രഹം മാത്രം പോരാ, അറിവ് നേടണം. സൂര്യൻ ഉദിക്കുമ്പോ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോ അജ്ഞതയും മാറിപ്പോകും. അറിവായ സൂര്യന് മുന്നിൽ ഈ ജാതി ഭ്രാന്തന്മാർ കത്തിച്ചാമ്പലാകും. ഇപ്പം നടക്കുന്നത് ഒരു യുദ്ധമാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് പരാജയപ്പെടുന്നതാണ്. വൈക്കം സത്യാഗ്രഹം ചരിത്രമാകും. ശ്രീനാരായണ ഗുരുസ്വാമികൾ വിജയിക്കട്ടെ. വൈക്കം സത്യാഗ്രഹം വിജയിക്കട്ടെ. സഹനശക്തി വേണം. അത് മഴ നനയാനും പട്ടിണി കിടക്കാനും അല്ല വേണ്ടത്. സ്വാമി ഉദ്ദേശിക്കുന്നത്? എവിടെ ഒരാൾ കടക്കാൻ പാടില്ലെന്ന് പറയുന്നുവോ അവിടെ കടക്കണം. അടിച്ചാൽ കൊള്ളണം, അങ്ങോട്ടടിക്കരുത്. ഇക്കാര്യങ്ങളിൽ സ്വാമി ഗാന്ധിജിയോട് യോജിച്ചു തന്നെ. എന്നാ വേലി കെട്ടിയ ഇങ്ങേപ്പുറത്ത് നിൽക്കരുത്, അതിന്റെ മീതെ കൂടി കയറണം. റോഡിൽ മാത്രം നടന്നാ പോരാ, എല്ലാ ക്ഷേത്രങ്ങളിലും കയറണം. സ്വാമിയുടെ ആത്മബലവും അനുഗ്രഹത്തിന്റെ പിൻബലവും തന്നെയാണ് ഞങ്ങളുടെ കൈമുതൽ. ക്ഷേത്രത്തിൽ പാൽപായസം വയ്ക്കുമ്പോ ചെന്ന് കോരി കുടിക്കണം. സദ്യയിൽ ചെന്ന് പന്തിയിലിരിക്കണം. സ്വാമി സത്യാഗ്രഹ ആവശ്യങ്ങൾക്ക് ബേലൂർ മഠം വിട്ടുതന്നതിൽ അധികാരികൾക്കും ചില പുത്തൻ കോമരങ്ങൾക്കും അസഹിഷ്ണുതയുണ്ട്. അത് സ്വാഭാവികമല്ലേ? ആ ഭാഗത്ത് സമരപ്പന്തലോ സത്യാഗ്രഹ പന്തലോ പാടില്ലല്ലോ. അപ്പോൾ ബേലൂർ മഠം തന്നെ സത്യാഗ്രഹ തലസ്ഥാനം. അഗ്നി കെടുന്നത് വരെ അത് വിശ്രമിക്കുന്നില്ല. നിങ്ങളും ലക്ഷ്യം നേടും വരെ അത് പാലിക്കണം. ഇണ്ടൻ തുരുത്തി നമ്പൂതിരിയാണ് ഐത്തത്തിന്റെ കാവൽ ഭടൻ. അദ്ദേഹം കണ്ണടച്ചുകൊണ്ടാവണം വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചത്. അല്ലെങ്കിൽ പിന്നെ മുജ്ജന്മങ്ങളിലെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അത്രേ ഐത്തജാതിയിൽ പിറക്കുന്നത്. ഐത്തജാതിക്കാർ കൊള്ളക്കാരേക്കാൾ ഹീനമെന്ന ആ തലതിരിഞ്ഞ നമ്പൂതിരിയുടെ ഭാഷ്യം. ഈ പറയുന്ന നമ്പൂതിരി പോയ ജന്മം ദേവേന്ദ്രനായിരുന്നു അതോ സാർവഭൗമനായിരുന്നു? കഷ്ടം തന്നെ. ഇണ്ടൻ തുരുത്തി നമ്പൂതിരിയോട് മിണ്ടാൻ പോയാൽ സഹനശക്തിക്ക് തീപിടിക്കുമെന്ന നാട്ടുകാർ പറയുന്നത്.
കർമ്മചക്രത്തിൽപ്പെട്ട് കൃമിയായും നരിയായും മരമായും ഒക്കെ മനുഷ്യൻ ജനിക്കുമെന്നല്ലേ പൂന്താനം പറഞ്ഞത്? മേൽപ്പറഞ്ഞ നമ്പൂതിരിക്ക് അടുത്ത ജന്മത്തിലും പൂണൂൽ ഉറപ്പാണോ? അതിനുള്ള ഷീട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടോ? പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ ഊത്തു കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ ഊത്തു കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ. വിമാനയാത്ര പോലെയാണ് ഡോക്ടർ. ഗുരുവിനെ അറിയാനുള്ള യാത്രയും പരിസരം പോലും അറിയുന്നില്ല. വേഗതയും പൊയ്യറിവും ഒന്നും. ഗുരു ഉള്ളം കയ്യിൽ കെട്ടിത്തന്ന മറ്റൊരു അതിശയമാണ് സർവമത സമ്മേളനം. ലോക സർവമത സമ്മേളനം വണ്ടർഫുൾ. ഗുരുവിന്റെ മനസ്സ് റോക്കറ്റ് പോലെ പറന്നുയർന്നു. 1924 മാർച്ച് 3, 4 തീയതികളിലായിരുന്നു സർവമത സമ്മേളനം. പിന്നെ 1893 ചിക്കാഗോയിലായിരുന്നു ആദ്യത്തെ ലോക സർവമത സമ്മേളനം. അത് കഴിഞ്ഞ് 30 വർഷം കഴിയുമ്പോൾ ഗുരുദേവൻ ആലുവയിലൊരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. സിലോണൊഴികെ മറ്റൊരു ദത്തും പോയിട്ടില്ലാത്ത ഗുരുവിന്റെ ലോക സന്ദർശനം.